ഒരു അനുഭവം പറയുകയാണെങ്കിൽ കാഠ്മണ്ഡുവിൽ പോയപ്പോൾ അവിടെ നിർമ്മൽ എന്ന് പറഞ്ഞൊരു കൊച്ചു സിസ്റ്ററെ കണ്ടുമുട്ടി. വളരെ ഗ്രേസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ സിസ്റ്ററെ കണ്ടുപിട്ടു. ഇപ്പോൾ പ്രൊവിൻഷ്യൽ ഹൗസാണ്, CJ സിസ്റ്റേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസാണ്. അപ്പം സിസ്റ്റർ ഞാൻ പറഞ്ഞ പ്രൊവിൻഷ്യൽ ആ സിസ്റ്റർ വളരെ ഒരു പ്രത്യേകതയാണല്ലോ, വളരെ ഗ്രേസ്ഫുള്ളായിട്ടാണല്ലോ എല്ലാം ചെയ്യുക. അപ്പോൾ കം നിർമ്മൽ ടെൽ ദ സ്റ്റോറി. അപ്പോൾ നിർമ്മൽ വന്ന് പറഞ്ഞത്, ഞാനൊരു ഹിന്ദു ട്രഡീഷൻ ഫാമിലിയിൽ ജനിച്ചതാണ് അച്ഛാ. എൻ്റെ കോൺവെൻറ്റിലെ ചാപ്പലിൽ കുറച്ച് കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂൾ ചാപ്പലിൽ കുറച്ച് കുട്ടികൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കണ്ട് ഞാനും പ്രാർത്ഥിക്കാൻ, ഞാൻ അവിടെ യേശുവിനെ കണ്ടുമുട്ടി. ഞാൻ യേശുവായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ഒരു ക്രിസ്ത്യാനിയാകണം, കത്തോലിക്കയാകണം, സിസ്റ്ററാകണം. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ ഫാദർ, അപ്പൻ ഈ ഹൈ ക്ലാസ് ഹൈന്ദവ പുരോഹിതനാണ്. അവരൊന്നും അനുവദിച്ചില്ല, പക്ഷേ എങ്കിലായി. അതിനുശേഷം ഈ കുഞ്ഞു സിസ്റ്റർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛൻ ഈശോയെ കണ്ടിട്ടുണ്ടോ? അച്ഛൻ ഈശോയോട് സംസാരിച്ചിട്ടുണ്ടോ? അത് എൻ്റെ ഹൃദയത്തിൽ ഇന്നും ഇങ്ങനെ തട്ടി നിൽക്കുന്നൊരു ചോദ്യമാണ്. എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുകയും എല്ലാ ദിവസവും ഈശോയെ കൈകളിലെടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈശോയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊരു വളരെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. അത് ആരിലായാലും, ബിഷപ്പായാലും ശരി, മെത്രാനായാലും ശരി, സന്യാസിയായാലും ശരി, ഈശോയെ കണ്ടുമുട്ടുന്നൊരു തലമുണ്ട്. ആ തലത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും.